ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ജിലേബീൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ചാനൽ അങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ അതൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ജിലേബിയിലെത്തി നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ജിലേബി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈസ്റ്റിൻ്റെ ഒരു മിക്സ് നമുക്ക് തയ്യാറാക്കി വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ജിലേബി ഇൻസ്റ്റൻറ്റ് ജിലേബിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഈസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ജിലേബി ഉണ്ടാക്കി കാണിക്കാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഈസ്റ്റ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈസ്റ്റിൻ്റെ ഒരു മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. അത് നമ്മൾ ഈ വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പം ഞാനിതോടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 15 മിനിറ്റ് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്ക് ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം. നമുക്കതിനകത്തേക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിനി വെള്ളത്തിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 1 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പഞ്ചസാര തന്നെയാണ് എടുക്കുന്നത്. അപ്പം നമുക്കത് മധുരത്തിനനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പം ഞാൻ 1 കപ്പിന് 1 കപ്പ് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊരു ഷുഗർ സിറപ്പാക്കിയിട്ട് എടുക്കണം കേട്ടോ. നന്നായിട്ട് ഷുഗറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇതിൽ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഏലക്ക ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം. അത് ഏലക്കായൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഏലക്കായൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനൊരു 3 ഏലക്ക ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കിനി റോസ് വാട്ടറിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടർ കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തിളച്ച് പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ അതിൽ അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ നമ്മുടെ ഷുഗർ സിറപ്പ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നല്ല കട്ടിയായിട്ട് എടുത്തിട്ടേ ഉള്ളൂ. ഷുഗർ സിറപ്പ് നല്ല കട്ടി ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് ജിലേബിക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ആദ്യം തന്നെ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ 2 ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈസ്റ്റിൻ്റെ ഒരു മിക്സ്ചർ. ആ ഒരു മിക്സ്ചർ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മളങ്ങനെ മൊത്തത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ബാറ്റർ ആദ്യം തന്നെ മിക്സ് ചെയ്തെടുക്കരുത്. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് മീഡിയം തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടാണ് നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്. എന്നാൽ അത്രയ്ക്ക് അങ്ങ് കട്ടിയാവാനും പാടില്ല. അപ്പം നമുക്കിതങ്ങ് ഷേപ്പ് ചെയ്തെടുക്കാം.
എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളിങ്ങനെ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി പോയിന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ മൈദ കുറച്ച് ഒന്ന് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എപ്പോൾ വേണമെങ്കിലും നമുക്കത് ചേർത്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ എടുക്കണം. അത് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ജിലേബി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ജിലേബിയാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ആ ഒരു ജിലേബിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. മറ്റേ നമ്മുടെ ഉഴുന്ന് അരച്ചിട്ടുള്ള ജിലേബി ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ. ഓറഞ്ച് ഫുഡ് കളറാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ യെല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ യെല്ലോ യൂസ് ചെയ്ത് കൊടുക്കുക. അത് ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് ടേസ്റ്റിൽ ഒരു ഇതും വരുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ തികച്ചും ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് ചേർക്കണമെന്നില്ല. കളറ് നോർമലായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഞാനിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇതുപോലെ ഒരു സ്ക്യൂസിങ് ബോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ടൊമാറ്റോ കെച്ചപ്പൊക്കെ സ്ക്യൂസ് ചെയ്യില്ലേ, ആ ഒരു ബോട്ടിലാണ് ഞാൻ ഈ ഒരു ബാറ്റർ ഒഴിച്ചിട്ടാണ് ഞാൻ സ്ക്യൂസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു സ്ക്യൂസിങ് ബോട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഏതെങ്കിലും ഒരു സിപ്പ് ലോക്ക് കവറോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കവറിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മൂല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണോ സൗകര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബാറ്റർ ഇതേപോലെ ഒരു സ്ക്യൂസിങ് ഇതിൽ ഈ ബോട്ടിലിനകത്തേക്ക് നിറയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രൈങ് പാനാണ് വെച്ച് കൊടുക്കുന്നത്. ഫ്രൈങ് പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു പരന്ന പാന് വെച്ച് കൊടുക്കാനായിരിക്കും കേട്ടോ ഈ ഒരു ജിലേബി എടുക്കാനായിട്ട് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒരു ഫ്രൈങ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ വെക്കേണ്ടത് കേട്ടോ. അതിനുശേഷം നമുക്കിത് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുക്കാം. അതങ്ങനെ അങ്ങ് കറക്റ്റ് ഷേപ്പ് നിങ്ങൾ എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേ കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് തന്നെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തീ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് അടുത്തതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അറ്റ് എ ടൈം നമ്മൾ ഒരു ഫ്രൈങ് പാനിനകത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം നമ്മൾ 3 എണ്ണമൊക്കെ ചെയ്താൽ മതി കേട്ടോ. കൂടുതൽ ഓവർ ക്രൗഡഡായിട്ട് ചെയ്യരുത്. ഓക്കെ, ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഇപ്പോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മളിനി നാടൻ ഷേപ്പിൽ ചെയ്യുന്നത് ഞാൻ പിന്നീട് വേറെ മറ്റേ ജിലേബി ഉണ്ടാക്കുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമുക്കിനി ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇത് നല്ല ക്രിസ്പി ആവണ വരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഷേപ്പൊന്നും കാര്യമില്ല, നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടുള്ള രീതിയിൽ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. നമ്മളെ ഫ്ലവർ ടൈപ്പ് ജിലേബി, നമ്മൾ നാടൻ ജിലേബി ചെയ്യുന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഇനി അടുത്ത മറ്റേ നമ്മുടെ ഉഴുന്നരച്ചിട്ടുള്ള ജിലേബി ചെയ്യണ സമയത്തോ അങ്ങനെ എങ്ങാനും ഞാൻ ആ ഒരു ടൈപ്പിൽ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ജിലേബി, ഈ ഒരു ടൈപ്പാണ്. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത് ആദ്യം തന്നെ. ഇതിപ്പോൾ ഇതുപോലെ 3 എണ്ണം ഒരു പാനിന് നമ്മൾ 3 എണ്ണം ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ വലുപ്പം ഇത്രയും വലുത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലൊരു നന്നായിട്ടൊന്ന് ക്രിസ്പി ആവണ വരെ തന്നെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ക്രിസ്പി ആയതിന് ശേഷം നമ്മൾ ഇതിനെ നേരെ എടുത്തിട്ട് നമ്മൾ അതങ്ങ് ഷുഗർ സിറപ്പിനകത്ത് ഇട്ട് കൊടുക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ ജിലേബി എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ജിലേബിയാണ് കേട്ടത്.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇതിന് മുൻപത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും കോർത്തിണക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്ര പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് ആയത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ബിഗ് താങ്ക്സ് ഞാൻ പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കൊരു 90 ദിവസം കൊണ്ട് തന്നെ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് പറ്റിയത്. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മുടെ ജിലേബിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ജിലേബി ഇങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതിനെ എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഷുഗർ സിറപ്പ്, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിതെടുത്ത് പ്ലേറ്റിനകത്തേക്ക് മാറ്റാം. ഒരുപാട് സമയം നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പിനകത്ത് ഈ ഒരു ജിലേബി ഇട്ട് വെക്കണ്ട കേട്ടോ. ഒരുപാട് സമയം ഇട്ട് വെച്ച് എന്ത് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വല്ലാതെ അങ്ങ് സോഗിയായി പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്രിസ്പ്നെസ് ഒന്നും പിന്നെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് അടുത്ത ജിലേബിയും ഇതുപോലെ ക്രിസ്പി ആവണ വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഇതേപോലെ ഷുഗർ സിറപ്പിനകത്തേക്ക് ഇടുക. ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ നമുക്ക് എല്ലാ ജിലേബി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജിലേബിയാണ് കേട്ടോ. അത് നമുക്ക് ഉണ്ടാക്കിയിട്ട് മാവ് ഉണ്ടാക്കിയിട്ട് വെക്കൊന്നും വേണ്ട. മാവ് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കുക, അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ജിലേബിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത്. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിയുമ്പോൾ ഒരു മധുരത്തിൻ്റെ വീഡിയോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ആണ് ഞാൻ ഈ ഒരു ജിലേബീൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് അങ്ങോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജിലേബി എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ആയിരിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.